അടുത്തതായി സെക്സ് ഡിറ്റർമിനേഷൻ. എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അപ്പോൾ ഈ ജെനറ്റിക്സ് വരുന്നതിന് മുമ്പായിട്ട് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് വലിയൊരു പസിലായിരുന്നു. ജെനറ്റിക്സിൻ്റെ വരവോടുകൂടിയാണ് എങ്ങനെയാണ് കറക്റ്റായിട്ട് സെക്സ് ഡിറ്റർമിൻ ചെയ്യാമെന്ന് മനസ്സിലായത്. സോ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞത് ഒരുപാട് സ്റ്റഡീസ് നമ്മുടെ ഇൻസെക്റ്റുകളിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ജെനറ്റിക് അല്ലെങ്കിൽ ക്രോമസോമൽ ബേസിസ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ, ജെനറ്റിക്സ് അല്ലെങ്കിൽ ക്രോമസോമൽ ബേസിസ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഒരുപാട് സൈറ്റോളജിക്കൽ ഒബ്സർവേഷൻസ് ഒക്കെ നടത്തിയത് ഒരുപാട് ഇൻസെക്റ്റുകളാണ്. സോ ഒരുപാട് ഇൻസെക്റ്റുകളിൽ എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുക, അത് ഇൻസെക്റ്റുകളിലാണ് അതിൻ്റെ സൈറ്റോളജിക്കൽ ഒബ്സർവേഷൻ ചെയ്തത്. അതിൻ്റെ കോൺസെപ്റ്റ് തന്നെ വന്നത് ഈ പറഞ്ഞ ഇൻസെക്റ്റുകളിൽ അല്ലെങ്കിൽ ഇവരുടെ സൈറ്റോളജിക്കൽ ഒബ്സർവേഷൻ വഴിയാണ് മനസ്സിലായത്. അങ്ങനെയാണ് ആ ഒരു ക്രോമസോമൽ അല്ലെങ്കിൽ ജെനറ്റിക് ബേസിസ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ 1891 ആദ്യമായിട്ട് 1891 എച്ച് ഹെങ്കിങ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ്, 1891 എച്ച് ഹെങ്കിങ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലറായിട്ട് ഒരു പ്രത്യേകതയുള്ള ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തു. ഒരു പ്രത്യേക തരത്തിലുള്ള ന്യൂക്ലിയർ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തു. എപ്പോഴാണ്? ത്രൂ സ്പെർമാറ്റോജെനിസിസ് ഇൻ ഫ്യൂ ഇൻസെക്ട്സ്. നമ്മൾ പറഞ്ഞു ഒരുപാട് ഇൻസെക്റ്റുകളിൽ ഈ സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ചുള്ള ജെനറ്റിക് അല്ലെങ്കിൽ ക്രോമസോമൽ ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ സൈറ്റോളജിക്കൽ ഒബ്സർവേഷൻസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഹെങ്കിങ് ഈ ഇൻസെക്റ്റുകളിൽ സ്റ്റഡി ചെയ്തപ്പോൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞ സ്പേം ഫോർമേഷൻ സമയത്ത് അദ്ദേഹം ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ന്യൂക്ലിയർ സ്ട്രക്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ സ്പെഷ്യൽ ന്യൂക്ലിയർ സ്ട്രക്ചർ ചില ഇൻസെക്റ്റുകളിൽ ആ സ്പെഷ്യൽ ന്യൂക്ലിയർ സ്ട്രക്ചറിനെ സ്പെർമാറ്റോജെനിസിസിൻ്റെ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്തു. അതെങ്ങനെയാണ് അയാൾ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ചാൽ ആ ന്യൂക്ലിയർ സ്ട്രക്ചർ 50% ഓഫ് ദ സ്പേമുകളിൽ ആ സ്പെർമാറ്റോജെനിസിസിൻ്റെ സ്പേം ഫോർമേഷൻ്റെ സമയത്ത് 50% സ്പേമുകളും ഈ പറഞ്ഞ സ്പെഷ്യൽ ന്യൂക്ലിയർ സ്ട്രക്ചറിനെ റിസീവ് ചെയ്യുന്നുണ്ട്. ഇൻസെക്റ്റുകളുടെ സ്റ്റഡി നടത്തിയപ്പോൾ ഈ പറഞ്ഞ ന്യൂക്ലിയർ സ്ട്രക്ചർ 50% സ്പേമുകളിലുണ്ട്. അതേസമയം മറ്റ് റിമൈനിങ് ആയിട്ടുള്ള 50% സ്പേമുകളിൽ ഈ പറഞ്ഞ ന്യൂക്ലിയർ സ്ട്രക്ചർ കിട്ടുന്നില്ല. സോ 50% ഈ പറഞ്ഞ ന്യൂക്ലിയർ സ്ട്രക്ചർ സ്പെർമാറ്റോജെനിസിൻ്റെ സമയത്ത് സ്പേമുകളിൽ കാണുന്നുണ്ട്. 50% സ്പേമുകളിൽ ഈ ന്യൂക്ലിയർ സ്ട്രക്ചർ ഉണ്ട്. റിമൈനിങ് 50% ഈ പറഞ്ഞ ന്യൂക്ലിയർ സ്ട്രക്ചർ സ്പേമുകളിൽ കാണപ്പെടുന്നില്ല. ചിലതിൽ 50% കാണപ്പെടുന്നുണ്ട് ഈ ന്യൂക്ലിയർ സ്ട്രക്ചർ, 50% ഇത് കാണപ്പെടുന്നില്ല. എന്നിട്ട് അദ്ദേഹം ഇതിന് പേരിട്ടു, ഈ ന്യൂക്ലിയർ സ്ട്രക്ചറിന് ഒരു പേരിട്ടു. അതിൻ്റെ പേരാണ് എക്സ് ബോഡി. സോ അദ്ദേഹം ഇട്ടതാണ് ഈ ന്യൂക്ലിയർ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്ട്രക്ചറിൻ്റെ പേര് എക്സ് ബോഡി എന്നാണ് ഇട്ടത്. ഇത്ര മാത്രമേ അദ്ദേഹത്തിന് അതിന് പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ന്യൂക്ലിയർ സ്ട്രക്ചറാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യാനുള്ള കാരണം എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ അതിന് എക്സ് ബോഡി എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് കുഡിൻ്റ് എക്സ്പ്ലെയിൻ ഇറ്റ് സിഗ്നിഫിക്കൻസ്, എന്താണ് ഇതിൻ്റെ ഫർദർ സിഗ്നിഫിക്കൻസ് എന്നൊന്നും ഈ ഹെങ്കിങ്ങിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് വേറെ കുറേ സയൻറ്റിസ്റ്റുകൾ ഈ പറഞ്ഞ എക്സ് ബോഡി ഓഫ് ഹെങ്കിങ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച എക്സ് ബോഡീനെ മനസ്സിലാക്കി അതൊരു ക്രോമസോം ആണെന്ന് മനസ്സിലാക്കി. അതാണ് സോ എക്സ് ബോഡി ഓഫ് എ ഹെങ്കിങ് വാസ് എ ക്രോമസോം എന്ന് വേറെ കുറേ സയൻറ്റിസ്റ്റ് മനസ്സിലാക്കി. എന്നിട്ട് അതിന് പേരിട്ടു, അതിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇറ്റ് ഈസ് എക്സ് ക്രോമസോം. സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് കൊണ്ട് അതിനെ എക്സ് ക്രോമസോം എന്ന് പറഞ്ഞു. സോ വേറെ കുറേ സയൻറ്റിസ്റ്റാണ് നമ്മുടെ ഹെങ്കിങ്ങിൻ്റെ എക്സ് ബോഡീനെ അതൊരു ക്രോമസോം ആണെന്നും അതിനെ എക്സ് ക്രോമസോം എന്നും പേരിട്ടത്. അതുവരെ അത് അറിയപ്പെട്ടിരുന്നത് നമ്മളെ എന്തായിരുന്നു, എക്സ് ബോഡി എന്നാണ്. പക്ഷേ ഇപ്പോൾ അത് നമുക്കറിയാം അത് എക്സ് ക്രോമസോമാണ് അല്ലെങ്കിൽ സെക്സ് ക്രോമസോമാണ്. സോ സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്സ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ മെൻഡേലിയൻ ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ്. സോ സെക്സ് എന്ന് പറഞ്ഞത് ഒരു മെൻഡേലിയൻ ട്രീറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്യുന്നത് മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. സോ സെക്സ് എന്ന് പറയുന്നത് ഒരു മെൻഡേലിയൻ ട്രീറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അതുകൊണ്ട് അത് മെൻഡൽസിൻ്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് എപ്പോഴാണെന്ന് മനസ്സിലായി. അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ് ഒരു ഓർഗാനിസത്തിൻ്റെ സെക്സ് കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ക്രോമസോമുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു അതൊരു എക്സ് ക്രോമസോമാണ് എന്ന് പറഞ്ഞു. ഇത് ഈ സ്പെഷ്യൽ ന്യൂക്ലിയർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എക്സ് ബോഡി എന്ന് നമ്മുടെ ഹെങ്കിങ് കണ്ടുപിടിച്ചത് അതെന്താണ്, എക്സ് ക്രോമസോം ആണെന്ന് പറഞ്ഞു.
സോ ആ ക്രോമസോമുകൾ തന്നെ നമ്മൾ ഈ ക്രോമസോമുകളാണ് ഒരു വലിയ ഫാക്ടർ ടു ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് ഈ ക്രോമസോമുകൾ. സോ അതിൻ്റെ ഭാഗമായിട്ട് ക്രോമസോമുകൾ 2 തരത്തിലുണ്ട്. ആ ക്രോമസോമുകൾ 2 തരത്തിലുള്ളത്, ഒന്ന് ഓട്ടോസോംസ്, രണ്ടാമത്തത് എല്ലോസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോം. ഓട്ടോസോം എന്ന് പറഞ്ഞ ക്രോമസോമിൻ്റെ അർത്ഥം ഡു നോട്ട് ഡിറ്റർമിൻ ദ സെക്സ്, സെക്സിനെ ഡിറ്റർമിൻ ചെയ്യാത്ത ക്രോമസോമുകളെയാണ് നമ്മൾ പറയുന്നത്. സോ സെക്സ് ഡു നോട്ട് ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് എൻ ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിൻ്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നില്ലെങ്കിൽ ആ ക്രോമസോമുകളാണ് ഓട്ടോസോംസ് എന്ന് പറയാം. സോ ഓട്ടോസോംസ് എന്ന് പറഞ്ഞാൽ സെക്സ് ഡിറ്റർമിൻ ചെയ്യാത്ത ക്രോമസോമുകളാണ് ഓട്ടോസോംസും. അതേസമയം വേറൊരു ടൈപ്പ് ക്രോമസോമാണ് എല്ലോസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോം, പേരിൽ തന്നെയുണ്ട്. സോ എല്ലോസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഓർഗാനിസത്തിൻ്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് എന്ത്, എല്ലോസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോം, ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് എൻ ഓർഗാനിസം. അങ്ങനെ ആ സെക്സ് ക്രോമസോംസ് 2 തരത്തിലുണ്ട്, എക്സ് ക്രോമസോം ആൻഡ് വൈ ക്രോമസോം. എക്സ് ക്രോമസോമും വൈ ക്രോമസോമുകളാണ് സെക്സ് ക്രോമസോം. അതേസമയം ഓട്ടോസോം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബോഡിയിൽ കാണുന്ന ക്രോമസോമുകളാണ്. അത് ഒരിക്കലും ഒരു ഓർഗാനിസത്തിൻ്റെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നില്ല. സോ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോമുകളാണ് എല്ലോസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോം. 2 തരത്തിലുണ്ട്, എക്സ് ക്രോമസോമും വൈ ക്രോമസോം. സോ നമ്മുടെ സെക്സ് ഒരു മെൻറ്റേലിയൻ ട്രേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ആ മെൻറ്റലിൻ്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ് ക്രോമസോമിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഏതൊക്കെ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ ആണെന്ന് നമുക്ക് നോക്കാം.